ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ദുബായിക്ക് പോകുന്ന ദിവസത്തിൻ്റെ ഒരു കുട്ടി ഷോർട്സ് കൂടി ഇട്ടേക്കാന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഫ്ലൈറ്റൊക്കെ രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങി. 9 മണിക്കാണ് ഫ്ലൈറ്റ്. നമുക്ക് 3 മണിക്കൂർ തന്നെ റിപ്പോർട്ട് ചെയ്യണമല്ലോ. സോ അങ്ങനെ എത്തി. അവിടെ ചെന്ന് നമ്മളുടെ ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങി, ലഗേജൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പോൾ നമുക്ക് ഗേറ്റ് നമ്പർ 3ൻ്റെ അവിടെയാണ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നത്. ആക്ച്വലി ഇപ്പോൾ വന്നാലും നല്ല ഡിലേ കിട്ടുന്നതായിരുന്നു. എന്തോ ഈ പ്രാവശ്യം ഭാഗ്യം കൊണ്ട് നമുക്ക് ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ആൻ അവർ ഇരിക്കേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ടൈമായി. സാധാരണ ഞാൻ ഫ്ലൈറ്റിൽ കയറിയാൽ ഉറങ്ങാത്ത ആളാണ്. എനിക്ക് ഈ പ്രാവശ്യം എന്തോ നല്ല ഉറക്കം വന്നു. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഫുഡ് എത്തിയത്. അപ്പോൾ ഫുഡാണെന്നുണ്ടെങ്കിൽ ഇതാ നല്ല അടിപൊളി സാലഡ് ഉണ്ട്, ഒരു ബൺ വിത്ത് ബട്ടർ ഉണ്ട്, പിന്നെ നെയ്ച്ചോറല്ല, ഒരു ബിരിയാണി ആണോ, നെയ്ച്ചോർ കം ചിക്കൻ. പിന്നെ നമുക്ക് ഒരു പരിപ്പ് കറിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പരിപ്പ് കറി വെച്ച് ബാക്കി എല്ലാം കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ഒരു കേക്കും ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ഫ്ലേവർ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോഫി വന്നു. പിന്നെ കോഫി മേടിച്ചു. പക്ഷേ കോഫി കൊള്ളത്തില്ലായിരുന്നു ഗൈസ്. അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. ആ കഴിച്ച ഫുഡിൻ്റെ ടേസ്റ്റ് അങ്ങ് പോയി. പിന്നെ ചെറുതായിട്ട് ബുക്കൊക്കെ വായിച്ച് ഇരുന്ന് വീണ്ടും കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ട് എന്തോ ഉറക്കം നല്ലോണം വന്നിട്ടും ഉറങ്ങാൻ പറ്റിയില്ല. അതായിരുന്നു എൻ്റെ സങ്കടം. അങ്ങനെ നീണ്ട 4 മണിക്കൂറിന് ശേഷം ഞങ്ങളിതാ ദുബായ് എയർപോർട്ടിൽ വന്നേക്കാണ്. അങ്ങനെ നമുക്ക് ഇമിഗ്രേഷൻ കഴിയുമ്പോൾ അവരുടെ നിന്ന് സിമ്മ് കിട്ടും കേട്ടോ. ഫ്രീ സിമ്മാണ്. അതിൽ 10 GB ഡാറ്റ ഉണ്ടാവും 24 hours. അപ്പോൾ നമ്മളെല്ലാവരും ബാഗേജ് കളക്ട് ചെയ്യാൻ വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സിമ്മിട്ട് നോക്കാനും ശ്രമിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ നമ്മുടെ ട്രോളിയൊക്കെ എടുക്കാൻ പോവും. പിന്നെ ഞാനും അതിൻ്റെ ഇടയിൽ പോവും. എന്നിട്ട് ലാസ്റ്റ് എന്താ പറയുക, സിമ്മ് ഞങ്ങൾ ഇട്ടത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ്. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് 24 hours കഴിഞ്ഞിട്ടാണ് സിം ആക്ടിവേറ്റ് ആയത്. ചിലർക്ക് അവിടെ വെച്ച് തന്നെ ആക്ടിവേറ്റ് ആവാറുണ്ട്. അപ്പോൾ മേ ബി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് കൊണ്ടായിരിക്കാം, അറിയത്തില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊന്നും നോക്കി കണ്ടൊക്കെ ചെയ്യുക. എയർപോർട്ടിൽ മുത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പിക്ക് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നേരെ പാപ്പൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോയത്. അപ്പം നമ്മൾ പാപ്പൻ്റെ ഫ്ലാറ്റിലായിരിക്കും കുറച്ച് നാളുണ്ടാവുക. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് വീണ്ടും ചിക്കൻ മദ്ബൂതൊക്കെ കഴിച്ചു. അങ്ങനെ ഒഫീഷ്യലി നമ്മളുടെ ദുബായ് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. കാത്തിരിക്കാം. ബൈ ബൈ.